SIT അറസ്റ്റിലായ പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹരിമോഹൻ ആ വാഹനത്തിന് പുറകിലുണ്ട്. ഹരിമോഹൻ, ഇപ്പോൾ പത്മകുമാറുമായി വാഹനം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. എത്ര സമയത്തിനകം ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും? സ്മൃതി, 8 മണിയോടുകൂടി പത്മകുമാറിനെയും കൊണ്ടുള്ള വാഹനവ്യൂഹം മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തും, മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പത്മകുമാറുമായിട്ട് അന്വേഷണ സംഘം SP എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് പോകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇന്ന് തുടക്കം മുതൽക്ക് തന്നെ ഒപ്പമുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഇതിനിടയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള വാഹനവ്യൂഹം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പുറപ്പെട്ടു. ഒരു 8 മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പത്മകുമാറിനെ 4 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കൂടുതൽ സമയമെടുത്തില്ല, കാരണം കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തെളിവുകളും പത്മകുമാറിന് എതിരായിട്ടുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരുടേതാണ്. ആ ഉദ്യോഗസ്ഥ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാസുവിന്റേതാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണത്തെ ചെമ്പുതകിടുകൾ എന്ന് തങ്ങൾ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയായി SIT പറയുന്നത്, SIT രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചന മുതൽക്ക് പത്മകുമാറിന് പങ്കുണ്ട് എന്നുകൂടി SIT കണ്ടെത്തിയിരിക്കുന്നു. ആ പങ്കെന്ന് പറയുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി, 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ആ ഗൂഢാലോചന അവിടെ വെച്ച് നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SIT അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അതിനോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ അതുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും അടക്കം ഇപ്പോൾ നിലവിൽ SITയുടെ പക്കലുണ്ട്. ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭമാണോ ആ സാമ്പത്തിക ഇടപാടുകൾ എന്നുകൂടി ഇപ്പോൾ SIT പരിശോധിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ അതീവ നിർണായകമാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച്. അതായത് കൊള്ള മുതലിന്റെ പങ്കുപറ്റിയ ആളാണോ പത്മകുമാർ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് മറ്റേതെങ്കിലും വഴിക്കാണെങ്കിൽ ആ രീതിക്കും അന്വേഷണം പോകേണ്ടതുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറത്തേക്ക് പോറ്റിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിക്കൊടുത്തോ പത്മകുമാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത്. അതുകൂടാതെ സ്വർണ്ണപ്പാളിയിലാണ് അന്വേഷണം. അതോടൊപ്പം തന്നെ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ? അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടല്ലാതെയും? തീർച്ചയായിട്ടും ആ സാമ്പത്തിക ഇടപാടുകളുടെ കാരണം എന്താണ്, സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിന്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് SIT ഉറപ്പായും അന്വേഷിക്കും. വിവരങ്ങൾക്ക് വീണ്ടും ഹരിമോഹനിലേക്ക് എത്താം. ഏതായാലും പത്മകുമാറുമായി SIT സംഘം തിരിച്ചിരിക്കുന്നു കൊല്ലത്തേക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.